ഇപ്പോൾ നമ്മൾ തയ്യാറാക്കാൻ പോകുന്നതാണ് നാടൻ സാൽമൺ ഫിഷ് കറി. വേണ്ട ചേരുവകൾ: മീൻ നുറുക്കിയത്, ചുമന്നുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, 2 വറ്റൽമുളക്, ഉലുവ, കടുക്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി, ഉപ്പ് ആവശ്യത്തിന്, പിന്നെ നമ്മള് കുടംപുളി ചെറു ചൂടുവെള്ളത്തിൽ കഴുകി ചെറു ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കണം. നമ്മൾ ആദ്യമായി ഒരു പാൻ വെച്ച് എണ്ണ ചൂടാക്കാൻ വെച്ചിരിക്കുകയാണിപ്പോ. നമ്മൾ ഇതിലേക്ക് എണ്ണ ഒഴിച്ചു. പാൻ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ എണ്ണ ചൂടാകുന്നതേ ഉള്ളൂ. മീൻകറിക്ക് നല്ല രുചി കിട്ടണമെങ്കിൽ സാധാരണ നമ്മുടെ നാടൻ ചട്ടിയിൽ വെക്കണം. പക്ഷെ നമുക്കിവിടെ മൺചട്ടി ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ പാൻ ഉപയോഗിക്കുന്നത്. നന്നായി എണ്ണ ചൂടാവുന്ന നോക്കുക. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് ഉലുവ ഇടാൻ പോവുകയാണ്. നമ്മുടെ എണ്ണ ചൂടായിക്കൊണ്ടിരിക്കുന്നു. കുറച്ച് ഉലുവ നമ്മൾ ഇതിലേക്ക് ഇടാൻ പോവുകയാണ്. നമ്മൾ കുറച്ച് ഉലുവ ഇട്ടു. ഉലുവ ചൂടാകാൻ തുടങ്ങുകയാണ്. ഉലുവ ഏകദേശം ബ്രൗൺ കളർ വരുന്നുണ്ട്. അതിലേക്ക് നമ്മൾ വെളുത്തുള്ളി, ചുമന്നുള്ളി, ഇഞ്ചി, പച്ചമുളക്, ഇത്രയും സാധനങ്ങളിട്ട് നമ്മൾ നന്നായി ഇളക്കുക. തീ വേണമെങ്കിൽ നമുക്ക് കുറച്ച് കുറയ്ക്കാവുന്നതാണ്. നമ്മളിപ്പോ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം ഇട്ട മിശ്രിതം നമ്മളിപ്പോ ഇളക്കുകയാണ്. അതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മൾ ഇളക്കണം. ഇനി നമ്മളിത് ഗോൾഡൻ ബ്രൗൺ ആയി കഴിയുമ്പോൾ നമ്മൾ ഇതിലേക്ക് കുറച്ച് മുളക് പൊടി, 2-2.5 ടീസ്പൂൺ മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളകും പൊടിയും ഉപ്പും ചേർത്തൊരു മിശ്രിതം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കാരണം നമ്മൾ മിശ്രിതം അല്ലാതെ ഒഴിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ് നമ്മൾ മുളക് പൊടി ഇട്ട് കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ഒരു ചാൻസ് ഉള്ളത് കൊണ്ടാണ് നമ്മളത് കുറച്ച് വെള്ളം ഒഴിച്ച്, കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് ഒരു പേസ്റ്റ് പരുവത്തിലാക്കി വെച്ചേക്കുന്നത്. ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആയി കഴിയുമ്പോൾ നമ്മൾ ആ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മിശ്രിതം നമ്മളുടെ ഈ ഉണ്ടാക്കിയ മിശ്രിതം നമ്മൾ ഇഞ്ചി പച്ചമുളക് എല്ലാം വഴറ്റിയതിലേക്ക് നമ്മൾ ഒഴിക്കാൻ പോവുകയാണ്. ബ്രൗൺ കളർ ആയിക്കൊണ്ടിരിക്കുന്നു. നമുക്കിനി ഇത് ഒഴിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. കണ്ടോ, ഇതാണ് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മിശ്രിതം. ഇതിലാണെങ്കിൽ മഞ്ഞൾപ്പൊടി കുറച്ച്, ഒരു 2-2.5 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് ഉപ്പ് ഇട്ടിട്ടുള്ളൂ. നമ്മളൊരു പേസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഇതിലേക്ക് ഒഴിക്കാൻ പോവുകയാണ്. നമ്മൾ അതിലേക്ക് ഒഴിക്കുന്നു. നമ്മൾ വേഗം ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. നമ്മൾ ഇളക്കുന്നു. കുറച്ച് വെള്ളം കൂടെ നമുക്ക് ഒഴിക്കാം. നമ്മൾ കുറച്ച് വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിക്കാം. നമ്മൾ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് പാത്രത്തിലുള്ള ഈ മുളക് പൊടിയും മിശ്രിതം കൂടെ നമ്മൾ ഇതിലേക്ക് ഒഴിക്കുന്നു. ഇത് ജസ്റ്റ് ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പുളി മിശ്രിതം കൂടെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യും. നമ്മൾ ഈ പുളിവെള്ളമാണ് നമ്മളിനി ആഡ് ചെയ്യാൻ പോകുന്നത്. അതിൽ പുളി നമ്മൾ ചെറു ചൂടുവെള്ളത്തിൽ പുളി കഴുകി ചെറു ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ച മിശ്രിതമാണ് നമ്മളിപ്പോൾ ഈ അരപ്പിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത്. അരപ്പ് ജസ്റ്റ് ഒന്ന്
തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ അതിലേക്ക് ഈ പുളിവെള്ളം ആഡ് ചെയ്യണം. നമ്മളിപ്പോൾ പുളിവെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. തീ സിമ്മാക്കുകയോ കൂട്ടുകയോ ചെയ്യാം, അത് നമ്മുടെ ഇതനുസരിച്ച്. ഇത് ജസ്റ്റ് ഒന്ന് തിളച്ച് വരണം. തിളച്ച് വരുന്നവരെ നമുക്ക് നോക്കിയിരിക്കാം. നമ്മൾ തിളയ്ക്കാൻ വേണ്ടി നമ്മൾ തീ കുറച്ച് കൂട്ടി വെച്ചിട്ടുണ്ട്. നമ്മുടെ മിശ്രിതം തിളയ്ക്കാൻ തുടങ്ങുകയാണ്. നമുക്ക് ഒട്ടും വെള്ളമില്ലെങ്കിൽ ആവശ്യത്തിന് വെള്ളം നമുക്കിതിൽ ചേർക്കാവുന്നതാണ്. ഒരുപാട് വെള്ളം ചേർക്കരുത്, മീൻകറിയുടെ രുചിയെല്ലാം നഷ്ടപ്പെട്ടു പോകും. നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ തിളയ്ക്കാൻ തുടങ്ങുന്നുണ്ട്. നമുക്കിത് ഉപ്പ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഉപ്പ് ഇച്ചിരി കുറവാണ്, നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം. നമ്മൾ കുറച്ച് ഉപ്പിടുന്നുണ്ട് ഇതിലേക്ക്. തിളയ്ക്കാൻ തുടങ്ങി നമ്മുടെ മിശ്രിതം. നമ്മൾ കുറച്ച് ഉപ്പിട്ടു. നമ്മുടെ പുളിവെള്ളവും എല്ലാം തിളയ്ക്കാൻ തുടങ്ങി. നമുക്കിനി ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ ആഡ് ചെയ്യാം. ഇത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന സാൽമൺ ഫിഷ് ആണ്. നമ്മൾ മീൻ കഷ്ണങ്ങൾ ആഡ് ചെയ്തു. മീൻ കഷ്ണങ്ങൾ നമ്മൾ അരപ്പിലേക്ക് ഇടുകയാണ് ഇപ്പോൾ. നമ്മളിപ്പോൾ മീൻ കഷ്ണങ്ങൾ ഇട്ടു. മീൻ കഷ്ണങ്ങൾ നമ്മൾ ശരിക്കും ആ ചാറിനകത്ത് മുങ്ങിക്കിടക്കണം. അതുകൊണ്ട് നമ്മൾ കുറച്ച് വെള്ളം, ഇതിൽ കുറവായതുകൊണ്ട് കുറച്ച് വെള്ളം ചേർക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുക. ഇത് എല്ലാ കഷ്ണങ്ങളും ഇതിനുള്ളിൽ മുങ്ങിക്കിടക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഇളക്കി എല്ലാ കഷ്ണം മുങ്ങിക്കിടക്കുന്ന വിധത്തിലാക്കി നമ്മൾ തീ കുറച്ച് കൂട്ടി വെക്കണം. പിന്നെ മീൻ കഴുകുമ്പോൾ മീനിന്റെ ആ ഉളുമ്പുമണം എല്ലാം മാറാനായിട്ട് നമുക്ക് ഉപ്പിന് പകരം നാരങ്ങാനീര് ഒഴിച്ച് നമുക്ക് കഴുകി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല അതിന്റെ ആ മണമെല്ലാം മാറി മീനിന് നല്ല റിജിഡിറ്റി കിട്ടും, നല്ല കാഠിന്യം കിട്ടും മീൻ കഷ്ണങ്ങൾക്ക്. അത് പെട്ടെന്ന് പൊടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി നമുക്ക് നാരങ്ങാനീര് ഒഴിച്ച് കഴുകുന്നത് വളരെ നല്ലതാണ്. ചെറുതായിട്ട് തിളയ്ക്കാൻ തുടങ്ങുന്നുണ്ട്. നമുക്കിനി ഇതൊരു ലിഡ് വെച്ച് മൂടി വെക്കാം. മീൻ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി കുറച്ചു നേരം നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത് നന്നായിട്ട് തിളച്ച് മീൻ കഷ്ണങ്ങൾ വേകുന്നത് വരെ നമുക്കിനി വെയിറ്റ് ചെയ്ത് മൂടി വെച്ച് നമുക്ക് ചെറുതീയിൽ വേവിക്കാം. ഇപ്പോൾ നമ്മളുടെ മീൻകറി ഏകദേശം വെന്തിട്ടുണ്ട്. നമ്മൾ ലിഡ് എടുത്ത് മാറ്റുമ്പോൾ മീൻകറി വെന്തതായിട്ട് കാണാം. മീൻ കഷ്ണങ്ങൾ ഏകദേശം വെന്തു. നമുക്ക് ഉപ്പൊക്കെ നോക്കാം. ഉപ്പും പുളിയും എല്ലാം നന്നായിട്ടുണ്ട്. മീൻ കഷ്ണങ്ങൾ വെന്തു. ഇനി നമുക്ക് ജസ്റ്റ് തീയെല്ലാം കുറച്ച് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. നമ്മളിത് മാറ്റി വെച്ചു. ഇനി ഒരു പാൻ നമ്മൾക്ക് ചൂടാക്കാനായിട്ട് വെക്കാം. നമ്മൾ പാൻ ചൂടാക്കാനായി വെച്ചിട്ടുണ്ട്.
ഇനി അടുത്തത് നമ്മൾ കടുക് പൊട്ടിക്കാൻ പോവുകയാണ്. മീൻകറിക്ക് നല്ല രുചി കിട്ടാനായിട്ട് നമ്മൾ എപ്പോഴും തുറന്നു വെച്ച് വേണം മീൻകറി വേവിക്കാനായിട്ട്. പക്ഷെ പിന്നെ നമ്മളാണെങ്കിൽ മീൻകറി എപ്പോഴും ഇങ്ങനെ ഇളക്കരുത്. നമുക്ക് ഇളക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് പാനിന്റെ 2 വശത്തും പിടിച്ച് ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചാൽ മതി. അപ്പൊ നമുക്ക് മീൻ കഷ്ണങ്ങൾ നല്ല പൊടിയാതെ മീൻ കഷ്ണങ്ങളായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. നമ്മൾ തുറന്നു വെച്ച് ചെറു തീയിൽ വേണം മീൻ കഷ്ണങ്ങൾ വേവിക്കാൻ. അപ്പൊ മീൻകറിക്ക് നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. നമ്മൾ പാൻ വെച്ചിട്ടുണ്ട്. നമ്മുടെ പാൻ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. പാനിന്റെ വെള്ളം എല്ലാം മാറി കഴിയുമ്പോൾ നമുക്ക് എണ്ണ ഒഴിക്കാം അതിലേക്ക്. നമ്മുടെ പാൻ ചൂടാകുന്നതേ ഉള്ളൂ. നമ്മുടെ പാൻ ഏകദേശം ചൂടായിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് എണ്ണ ഒഴിക്കാൻ പോവുകയാണ്. ഇപ്പോൾ നമ്മൾ എണ്ണ ഒഴിച്ചു. എണ്ണ ജസ്റ്റ് ഒന്ന് ചൂടാവട്ടെ. നമ്മുടെ എണ്ണ ചൂടാകാൻ തുടങ്ങുന്നുണ്ട്. നമ്മുടെ എണ്ണ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് കടുക് പൊട്ടിക്കാൻ പോവുകയാണ്. നമ്മുടെ എണ്ണ ചൂടായി വരുന്നതേ ഉള്ളൂ. നമുക്ക് നോക്കാം. എണ്ണ ചൂടായി നമുക്ക് നോക്കാം. എണ്ണ ചൂടായിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. നമുക്ക് കടുകിടാം. നമ്മുടെ എണ്ണ ഏകദേശം ചൂടായി. നമുക്ക് കടുകിടാം. കടുക് ഏകദേശം പൊട്ടാൻ തുടങ്ങി. നമ്മൾ അതിലേക്ക് കറിവേപ്പിലയും പച്ചമുളകും ഇടാൻ പോവുകയാണ്. നമ്മൾ കടുകും പച്ചമുളകും നമ്മൾ അതിലേക്ക് ഇടുകയാണ്. ഇപ്പോൾ നമ്മൾ കടുകും പച്ചമുളകും ഇട്ടിട്ടുണ്ട്. നമ്മുടെ കടുകും പച്ചമുളകും ഏകദേശം മൂത്ത് തുടങ്ങി. നമ്മുടെ കടുകും പച്ചമുളകും മൂത്തു. ഇനി നമ്മൾ ഈ കടുക് താളിച്ചത് നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരുന്ന മീൻ കറിയിലേക്ക് ഒഴിക്കാൻ പോവുകയാണ്. നമ്മളത് മീൻകറിയിലേക്ക് ഒഴിച്ചു. നമ്മൾ ജസ്റ്റ് ഒന്നിന് ചൂടാക്കണം മീൻകറി ചെറിയ ഫ്ലെയിമില്. നമ്മൾ ജസ്റ്റ് മീൻ കഷ്ണങ്ങൾ പൊടിയാതിരിക്കാനായിട്ട് നമ്മൾ പാത്രം ഇങ്ങനെ ചുറ്റിച്ചാൽ മതി. അപ്പൊ നമ്മുടെ എണ്ണയും കടുകും വറ്റൽമുളകും എല്ലാം മീനിൽ നന്നായിട്ട് എല്ലാ സ്ഥലത്തേക്കും വ്യാപിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് തിളപ്പിക്കുക. അതിനുവേണ്ടി ഞാൻ ചെറിയ ഫ്ലെയിമിൽ ഓൺ ചെയ്തിട്ടുണ്ട്. നമ്മുടെ മീൻകറി ജസ്റ്റ് തിളയ്ക്കാൻ തുടങ്ങി. നമ്മുടെ മീൻകറി തിളച്ചു. ഇനി നമുക്ക് ഓഫ് ചെയ്തിടാം. അങ്ങനെ നമ്മുടെ സാൽമൺ ഫിഷ് കറി റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടാറിക്കഴിഞ്ഞ് മീൻ കഷ്ണങ്ങളിലേക്ക് എരിവും പുളിയെല്ലാം പിടിച്ചു കഴിയുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും. നിങ്ങളെല്ലാവരും ഇത് പരീക്ഷിച്ച് നോക്കുക. ഇതാണ് നമ്മുടെ സാൽമൺ ഫിഷ് കറി. താങ്ക് യു.